ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ എന്താ ബെല്ലൈക്കൺ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ദുബായ് എയർപോർട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ടോ. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കയറിയ വിഷയമൊക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ക്യാമറയ്ക്ക് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ പാരിസ് പ്രോൻ്റെ അടുത്താണ് ക്യാമറ. അപ്പോൾ നമ്മൾ ഇവിടെ ദുബായിലെത്തിയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചങ്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ നിൽക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ എത്തിയിട്ട് അവിടെ ബോർഡിംഗ് ബോക്സിൽ തിരക്കാണ്. ഞാനിങ്ങനെ നമ്മൾ ആലോചനയും കൂട്ടിയിട്ട് പിന്നെ ഹൈദരാബാദ് എക്സിക്യൂട്ടീവ് കണ്ട് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞ് ദിവസങ്ങളായി. പിന്നെ നമ്മളെ പാരിസ് പ്രോ പറയുന്നത് ദുബായിൻ്റെ വീഡിയോ എടുക്കണം, ദുബായിൽ ഞാനുണ്ട്, ഇവിടെ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കരിപ്പൂരിൽ കയറി. പിന്നെ ഇവിടെ ദുബായിൽ പാരിസ് പ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഈ ഫ്ലൈറ്റ് കയറല്, കയ്യും കാലൊക്കെ ഉറക്കും, പേടിയായി. അപ്പോൾ അവസാനം ദുബായിൽ ഇങ്ങനെ എത്തിയപ്പോൾ അവിടെ നിന്ന് ബോർഡിംഗ് പാസൊക്കെ എടുത്ത് ഉള്ളിൽ അങ്ങനെ കയറി. പിന്നെ കുറച്ചുകൂടെ എത്തിയപ്പോഴാണ് നമുക്ക് പോകേണ്ട വിമാനം അവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് അവിടെ നിർത്തിയിട്ടുണ്ട്. അതിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളെ ചങ്ങായിമാരൊക്കെ ഉണ്ട്, നമ്മൾ അറിയുന്ന ചങ്ങായിമാരൊക്കെ എന്താണ് എയർപോർട്ടിൽ നിന്ന് പരിചയപ്പെട്ടി. അതായത് എയർപോർട്ടിൽ നിന്ന് പറഞ്ഞാൽ കരിപ്പൂരിൽ നിന്ന് കയറിയപ്പോൾ തന്നെ പിന്നെ നാട്ടിലെ 2-3 ചങ്ങായിമാരൊക്കെ ഞാൻ മുമ്പ് പരിചയപ്പെട്ടിരുന്നു. ഓല് പിന്നെ ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞു. ഓല് ദുബായിക്കാട് ഷാർജയ്ക്കുള്ളവരുണ്ട്, അങ്ങനെ എയർപോർട്ടിൽ നിന്നാണ് പരിചയപ്പെട്ട് ഷാർജയ്ക്കുള്ള പോകുന്നവരുണ്ട്. ഓരൊക്കെ അവിടെ നിന്ന് കണ്ട് ഞാൻ ദുബായിക്കാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കുറേ നേരം വട്ടം തിരിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് കുറച്ച് ജ്യൂസ് വാങ്ങി പിടിച്ച് മോനെ മൂത്രയൊക്കെ മുട്ടിയിട്ട് ഒന്നും പറയില്ല. ഞാൻ കുറേ നേരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി പിന്നെയും അതിൽ നമ്മൾ പാരിസ് പ്രോനോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റ് കാണിച്ചിട്ട്. അപ്പോൾ പാരിസ് പ്രോ ഇവിടുന്ന് കുറച്ച് ലെഫ്റ്റ് അടിച്ചാൽ അപ്പുറത്ത് പറഞ്ഞു. അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് വാഷ് ചെയ്ത് എല്ലാം റെഡിയായി വന്നപ്പോൾ നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് നമുക്ക് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കയറാനുള്ള കുറച്ച് ഹോട്ടലുണ്ട്. കാരണം ഞങ്ങൾ രാവിലെ തന്നെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കരിപ്പൂരിന് രാവിലെ തന്നെ കയറുന്നതിന് മുമ്പ് കഴിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വയറുവേദനയൊക്കെ ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നു. എന്താ ഡക്കർ പറയും കഴിച്ചിട്ട് പ്രശ്നം പോകാനുള്ള അങ്ങനെ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വൈ ഇനി നമ്മുടെ ഷാർജയ്ക്ക് പോകുന്ന ചങ്ങായിമാരെ കണ്ട് പോലെ പരിചയപ്പെട്ട് ഓരോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. പിന്നെ ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പറയാനുള്ള കുറേ ഈ ബിയറൊക്കെ, അതായത് ഈ ബ്രാൻഡി ബിയർ കള്ളൊക്കെ കിട്ടും. അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു പീഡിയറും ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ സെറ്റാക്കി ചെയ്ത് നിങ്ങൾക്ക് നാട്ടിൽ പോകുകയാണെങ്കിൽ വാങ്ങുക ചെയ്യാം, പൈസ കൊടുക്കണുള്ളൂ. അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു. അതൊക്കെ കണ്ട് ഇറങ്ങി. പാരിസ് പ്രോ പറഞ്ഞു നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്നുമില്ല 2-3 വാങ്ങി പോകുന്നതാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. കാരണം പിന്നെ ഒരുപാട് ആൾക്കാർ ഒരു ഷോപ്പാണ്, ആ ഷോപ്പിൽ മുഴുവൻ പിന്നെ വിസ്കി, ബിയർ, അങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെ വലിയ വലിയ ബ്രാൻഡുകളുടെ പിന്നെ എന്താ പറയുക ബിയറും കാര്യങ്ങളൊക്കെ ഒരു ബോട്ടിൽ നിറച്ചിട്ട് പിന്നെ ഇങ്ങനെ വെച്ചിരിക്കണം, സെയിൽസിന് വെച്ചാണ്. അതിൽ പാരിസ് പ്രോ ചോദിച്ചു ഇതിനെന്താ റേറ്റ് കാര്യങ്ങൾ ചോദിച്ചു. നമ്മൾ ഈ വില വെച്ച് കിടക്കാണ്. ആയിട്ട് നമുക്ക് പോലെ ഫ്ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാൻ വെച്ചിട്ട് ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ സൈഡിൽ കുറേ ഫോട്ടോ എടുത്ത് അങ്ങനെ നടന്ന് എന്താണ് പാരിസ് പ്രോൻ്റെ ചങ്കുണ്ട് രമേശ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് പറ്റി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് വാങ്ങി. പക്ഷേ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ സീനെ കഴിഞ്ഞു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അതോടല്ല ബാഗിലല്ലേ വെരിഫൈ ചെയ്തപ്പോൾ ബാഗിൽ അത് കണ്ടിരിച്ചു. അപ്പോൾ അത് പുറത്ത് പോയി പറഞ്ഞിട്ട് കണ്ടീഷൻ ലഗേജ് കൂടാനും പറഞ്ഞാൽ കുറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളത് വാങ്ങി പിന്നെ തിരിച്ചിങ്ങനെ പോരുകയുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയപ്പം എന്താ പറയുക ലഗേജ് ഓവറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 7 കിലോ പറഞ്ഞിട്ട് അതിനപ്പുറം കയറ്റാനും പാടില്ല. എൻ്റെ 7 പാരിസ്പ്രോട്ട് 7 അങ്ങനെ ഒരുത്തനും കൂടി ഉണ്ട്. ഒരുത്തം പിന്നെ വരാൻ വെയിറ്റ് ചെയ്യണി. ഫോനും വന്ന് അപ്പോൾ ഓൻ്റെ 7 ഉണ്ട്. ഫോന് പറഞ്ഞ് എനിക്ക് കുറച്ച് സാധനം വാങ്ങണ്ട്, ഞാൻ വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ കുറേ സാധനങ്ങളുണ്ട്. എയർപോർട്ടിലോട്ട് വെച്ചാൽ ഈ ബ്യൂട്ടി ഷോപ്പുകളുണ്ട്.
അവിടെയൊക്കെ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞു. നിലവിൽ കണ്ടുപിടിക്കണമല്ലോ. പക്ഷേ ഓടി നമ്മളെ ഓടി കുറേ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇങ്ങനെ പോയി. ഞാൻ ഈ ട്രോളിങ് ഇന്ത്യ അങ്ങനെ പോവാണ്. ഈ ഫാസ്റ്റ് ഫ്ലോറൊന്നും നമുക്ക് പുറത്തിറക്കാം, നമുക്ക് ഇന്നത്തെ കാര്യം അങ്ങനെ നമുക്ക് എയർപോർട്ടിൽ നമ്മളെ പിക്ക് ചെയ്യാൻ മറ്റോ ഒരാൾ വരുന്നുണ്ട്. അയാളെ കാത്തു